നാളെ ഇക്കണോമിക്സ് പരീക്ഷയാണല്ലേ? അവസാന നിമിഷമാണ് മനുഷ്യമൂലധന രൂപീകരണം അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന ഈ ചാപ്റ്റർ. ഇത് മുഴുവനായിട്ടൊന്നും ഓടിച്ചു നോക്കാൻ പോലും സമയം കിട്ടിയിട്ടുണ്ടാവില്ല. പേടിക്കേണ്ട, നമ്മളിന്ന് ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്ന ചോദ്യങ്ങൾ എല്ലാം ലളിതമായിട്ടൊന്ന് ചർച്ച ചെയ്യാം. അതെ, വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു സാധാരണ കുട്ടിയെ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആക്കി മാറ്റുന്ന ആ ഒരു യാത്രയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ മാറ്റത്തിന് എന്തൊക്കെ വേണം, അതിന് എത്രത്തോളം ചിലവുണ്ട്, അവസാനം അതുകൊണ്ട് ആ വ്യക്തിക്ക് എന്തു ഗുണം കിട്ടുന്നു, രാജ്യത്തിന് എന്തു ഗുണം കിട്ടുന്നു. ഇതാണ് മനുഷ്യമൂലധനത്തിന്റെ ഒരു കഥ. അപ്പോ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ മനുഷ്യമൂലധനം? നമ്മൾ ഈ മെഷീനുകളെയും ഫാക്ടറികളെയും ഒക്കെ മൂലധനം എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ മനുഷ്യരെയും വിളിക്കാൻ പറ്റുമോ? നല്ലൊരു ചോദ്യമുള്ള. വളരെ ലളിതമാണ്. ഒരു സ്ഥലത്ത് നമ്മളൊരു ഫാക്ടറി പണിയുന്നു എന്ന് വെക്കാം. അപ്പോ നമ്മൾ ഭൗതിക വിഭവത്തെ, അതായത് ഫിസിക്കൽ റിസോഴ്സിനെ ഭൗതിക മൂലധനം അഥവാ ഫിസിക്കൽ ക്യാപിറ്റലാക്കി മാറ്റുകയാണ്. അതുപോലെ നിങ്ങൾ വിദ്യാർത്ഥികളെ പോലുള്ള മനുഷ്യവിഭവങ്ങളെ, ഹ്യൂമൻ റിസോഴ്സസിനെ ഡോക്ടർമാരും എഞ്ചിനീയർമാരുമാക്കി മാറ്റുന്ന ആ പ്രക്രിയയാണ് മനുഷ്യമൂലധന രൂപീകരണം. ചുരുക്കി പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ അറിവ്, കഴിവ്, ആരോഗ്യം എന്നിവയുടെ ഒരു സ്റ്റോക്ക്, അതാണ് മനുഷ്യമൂലധനം. അത് അവരുടെ ഉൽപ്പാദനക്ഷമത, അതായത് വരുമാനമുണ്ടാക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു. ശരി. അപ്പോൾ ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ ഈ മൂലധനം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? ഇതിന്റെ ഉറവിടങ്ങൾ, സോഴ്സസ് എന്തൊക്കെയാണ്? ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണെന്ന് തോന്നുന്നു. ഉറപ്പായും ഇതൊരു 5 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതിന് പ്രധാനമായും 5 ഉറവിടങ്ങളാണുള്ളത്. ഈ 5 കാര്യങ്ങളിലും ഒരു പൊതുവായ കാര്യമുണ്ട്. ഭാവിയിലെ ഒരു നല്ല വരുമാനത്തിന് വേണ്ടി ഇന്ന് നമ്മൾ പണമോ സമയമോ ചിലവഴിക്കുന്നു. അതായത് ഇതെല്ലാം ഓരോ തരം നിക്ഷേപങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ നിക്ഷേപം, അത് വിദ്യാഭ്യാസം തന്നെയായിരിക്കുമല്ലോ? തീർച്ചയായും. ഒന്നാമത്തേത് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ. നിങ്ങളുടെ രക്ഷിതാക്കൾ സ്കൂൾ ഫീസിനും ട്യൂഷനും പുസ്തകങ്ങൾക്കുമായി പണം ചിലവഴിക്കുന്നതെന്തിനാ? ഭാവിയില് നിങ്ങൾക്ക് നല്ല ഒരു ജോലി കിട്ടി കൂടുതൽ വരുമാനം നേടാൻ വേണ്ടിയാണ്. ഇതൊരു നിക്ഷേപമാണ്. ശരി. രണ്ടാമത്തേത് ആരോഗ്യം, ഹെൽത്ത്. ആരോഗ്യമില്ലെങ്കിൽ പിന്നെ വിദ്യാഭ്യാസം കൊണ്ടുപോലും വലിയ കാര്യമില്ലല്ലോ. അപ്പൊ എനിക്കൊരു സംശയം. ആരോഗ്യമെന്ന് പറയുമ്പോൾ അസുഖം വന്നാൽ ചികിത്സിക്കാൻ ആശുപത്രിയിൽ ചിലവാക്കുന്ന പണം മാത്രമാണോ? അതോ അസുഖം വരാതെ നോക്കുന്നതാണോ യഥാർത്ഥ ഇൻവെസ്റ്റ്മെന്റ്? പേലുള്ള നിക്ഷേപമാണ്. പ്രതിരോധ മരുന്നുകൾ എടുക്കുന്നത്, അതായത് വാക്സിനേഷൻ, പിന്നെ ശുദ്ധമായ വെള്ളം കുടിക്കുന്നത്, നല്ല ഭക്ഷണം കഴിക്കുന്നത്, ഇതൊക്കെ അസുഖം വരാതെ നോക്കാനുള്ള നിക്ഷേപങ്ങളാണ്. ആരോഗ്യമുള്ള ഒരാൾക്ക് കൂടുതൽ കാര്യക്ഷമമായിട്ട് മുടങ്ങാതെ ജോലി ചെയ്യാൻ സാധിക്കും. അതവരുടെ വരുമാനം കൂട്ടും. ശരി. അപ്പോൾ വിദ്യാഭ്യാസം, ആരോഗ്യം. ഇനി മൂന്നാമത്തെ ഉറവിടമെന്താണ്? മൂന്നാമത്തേത് തൊഴിൽ പരിശീലനം, ഓൺ ദ ജോബ് ട്രെയിനിങ്. അതായത് ജോലിയിൽ കയറിയ ശേഷം കിട്ടുന്ന പരിശീലനം. ഇപ്പോൾ എന്റെ ആദ്യത്തെ ജോലിയിൽ അവരെന്നെ ഒരു സീനിയർ എഞ്ചിനീയറുടെ കൂടെ ഒരു പ്രൊജക്റ്റിൽ സഹായിക്കാൻ വിട്ടു. ആ ആദ്യത്തെ 6 മാസം ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് പണിയുടെ ശരിക്കുള്ള കാര്യങ്ങൾ പഠിച്ചത്. കമ്പനിക്ക് എന്റെ ശമ്പളം ഒരു ചെലവായിരുന്നെങ്കിലും അവർക്കതൊരു നിക്ഷേപമായിരുന്നു. കാരണം ആ പരിശീലനം കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്ക് കൂടുതൽ പ്രയോജനമുള്ളൊരു ജീവനക്കാരനായി മാറി. അത് വളരെ വ്യക്തമായി. ഇനി അടുത്തത് ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറുന്നതുമായി ബന്ധപ്പെട്ടതാണല്ലേ, കുടിയേറ്റം. പക്ഷേ അതിലൊരു സംശയമുണ്ട്. നമ്മൾ ബ്രെയിൻ ഡ്രെയിൻ അഥവാ പ്രതിഭകളുടെ കൊഴിഞ്ഞുപോക്കെന്ന് കേൾക്കാറുണ്ടല്ലോ. മിടുക്കരായ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വിദേശത്തേക്ക് പോകുമ്പോൾ ഇന്ത്യയ്ക്ക് അതൊരു നഷ്ടമല്ലേ? അതെങ്ങനെ മനുഷ്യമൂലധന രൂപീകരണത്തിന്റെ ഭാഗമാകും? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇവിടെ നമ്മൾ 2 രീതിയിൽ ചിന്തിക്കണം. രാജ്യത്തിന് അതൊരു നഷ്ടമായേക്കാം, ശരിയാണ്. എന്നാൽ ആ കുടിയേറുന്ന വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ അതൊരു വലിയ നിക്ഷേപമാണ്. അതാണ് നമ്മുടെ 4ാമത്തെ ഉറവിടം, കുടിയേറ്റം, മൈഗ്രേഷൻ. ശരി. ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്കോ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കോ ഒരാൾ ജോലി തേടി പോകുമ്പോൾ യാത്രയ്ക്കും പുതിയ സ്ഥലത്തെ ജീവിത ചെലവിനുമായി ഒരുപാട് പണം മുടക്കുന്നുണ്ട്. എന്തിനാണത് ചെയ്യുന്നത്? കാരണം ഭാവിയിൽ അവിടെ നിന്ന് കിട്ടാൻ പോകുന്ന ഉയർന്ന വരുമാനം ആ ചെലവിനേക്കാൾ വളരെ കൂടുതലായിരിക്കും എന്നയാൾക്കുറപ്പുണ്ട്. ശരിയാണ്. വ്യക്തിപരമായി നോക്കുമ്പോൾ അതൊരു നിക്ഷേപം തന്നെയാണ്. ഇനി അവസാനത്തെ
അഞ്ചാമത്തെ ഉറവിടം. അഞ്ചാമത്തത് വിജ്ഞാന സമ്പാദനം, ഇൻഫർമേഷൻ. ഏത് കോഴ്സ് പഠിച്ചാൽ നല്ല ശമ്പളം കിട്ടും, ഏത് കമ്പനിയിലാണ് കൂടുതൽ അവസരങ്ങൾ എന്നൊക്കെയുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ നമ്മൾ പണവും സമയവും ചെലവഴിക്കാറുണ്ട്. ഈ വിവരങ്ങൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതും മനുഷ്യമൂലധനം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗമാണ്. ഓക്കേ. അപ്പോൾ ഈ 5 നിക്ഷേപങ്ങൾ ഓർത്തുവെക്കുക: വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ പരിശീലനം, കുടിയേറ്റം, പിന്നെ വിജ്ഞാന സമ്പാദനം. ശരി. അപ്പൊ നമ്മൾ മനുഷ്യരെ ഒരു മൂലധനമായിട്ടാണ് കാണുന്നത്. ഇത് കേൾക്കുമ്പോൾ അവരെ മെഷീനുകളോടും ഫാക്ടറികളോടും താരതമ്യം ചെയ്യുന്നത് പോലെ ഒരു തോന്നൽ വരാം. അങ്ങനെ ഒരു താരതമ്യം ശരിയാണോ? ഭൗതിക മൂലധനവും മനുഷ്യമൂലധനവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഇതൊരു പ്രധാനപ്പെട്ട പരീക്ഷാ ചോദ്യമാണ്, അല്ലേ? അതെ, ഇത് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഇവ തമ്മിൽ പ്രധാനമായും 4 വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തേത് തൊട്ടറിയാനുള്ള കഴിവ്, ടാൻജിബിലിറ്റി. ഒരു മെഷീൻ നമുക്ക് കാണാനും തൊടാനും സാധിക്കും. അത് ടാൻജിബിളാണ്. എന്നാൽ ഒരാളുടെ അറിവും കഴിവും അദൃശ്യമാണ്, ഇൻടാൻജിബിളാണ്. അത് ആ വ്യക്തിയുടെ ഉള്ളിലാണ്. രണ്ടാമത്തേത് അതിന്റെ ഉടമയുമായുള്ള ബന്ധമായിരിക്കും, അല്ലേ? ഒരു മെഷീൻ അതിന്റെ മുതലാളിക്ക് വിൽക്കാൻ പറ്റും, പക്ഷെ ഒരു ഡോക്ടർക്ക് അദ്ദേഹത്തിന്റെ അറിവ് വേറെ ആൾക്കാണ് വിൽക്കാൻ പറ്റില്ലല്ലോ. കൃത്യമായി പറഞ്ഞു. അതാണ് രണ്ടാമത്തെ വ്യത്യാസം, വേർപെടുത്താനുള്ള കഴിവ്, സെപ്പറബിലിറ്റി. ഭൗതിക മൂലധനം അതിന്റെ ഉടമയിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്നു. എന്നാൽ മനുഷ്യമൂലധനം അതിന്റെ ഉടമയിൽ നിന്ന് വേർപെടുത്താനാവില്ല. അതിൽ നിന്നുള്ള സേവനം മാത്രമേ വിൽക്കാൻ സാധിക്കൂ. ഇനി അതിൽ നിന്നുള്ള പ്രയോജനങ്ങളുടെ കാര്യം. ഒരു ഫാക്ടറിയുടെ ലാഭം പ്രധാനമായും അതിന്റെ ഉടമയ്ക്കാണ് കിട്ടുന്നത്. പക്ഷേ വിദ്യാസമ്പന്നനായ ഒരാളെക്കൊണ്ട് അയാൾക്ക് മാത്രമല്ലല്ലോ ഗുണം. അതെ, അതാണ് മൂന്നാമത്തെ വ്യത്യാസം, പ്രയോജനങ്ങൾ, ബെനിഫിറ്റ്സ്. ഭൗതിക മൂലധനത്തിന് പ്രധാനമായും സ്വകാര്യ പ്രയോജനമാണ്, പ്രൈവറ്റ് ബെനിഫിറ്റാണുള്ളത്. എന്നാൽ മനുഷ്യമൂലധനത്തിന് അതിനൊപ്പം സാമൂഹിക പ്രയോജനങ്ങളും സോഷ്യൽ ബെനിഫിറ്റ്സുമുണ്ട്. ഉദാഹരണത്തിന് വിദ്യാഭ്യാസം കിട്ടിയ ഒരാൾ തിരഞ്ഞെടുപ്പിൽ ചിന്തിച്ചു വോട്ട് ചെയ്യുമ്പോൾ അത് സമൂഹത്തിന് മൊത്തത്തിൽ ഗുണകരമാണ്. അല്ലെങ്കിൽ ശുചിത്വം പാലിക്കുന്ന ഒരാൾ രോഗങ്ങൾ പടരുന്നത് തടയുന്നതും ഒരു സാമൂഹിക നേട്ടമാണ്. ശരിയാണ്. ഇനി അവസാനത്തെ വ്യത്യാസം, തേയ്മാനം അഥവാ ഡിപ്രീസിയേഷൻ. ഉപയോഗിക്കുന്തോറും മെഷീനുകൾക്ക് തേയ്മാനം സംഭവിക്കുമല്ലോ. അതെ, മനുഷ്യർക്കും പ്രായമാകുമ്പോൾ കാര്യക്ഷമത കുറയാം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഒരു പുതിയ ടെക്നോളജി വരുമ്പോൾ ഒരു പഴയ മെഷീൻ ചിലപ്പോൾ ഉപയോഗശൂന്യമായി മാറും. എന്നാൽ മനുഷ്യർക്ക് തുടർപഠനത്തിലൂടെയും പരിശീലനത്തിലൂടെയും പുതിയ സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടാൻ സാധിക്കും. ആരോഗ്യ സംരക്ഷണത്തിലൂടെ ഒരു പരിധിവരെ പ്രായമാകുന്നതിന്റെ വേഗത കുറയ്ക്കാനും കഴിയും. ശരി. അപ്പോ ഈ 4 വ്യത്യാസങ്ങൾ ഒരു പട്ടികയായി എഴുതാൻ പഠിച്ചു വെക്കണം. അതെ. ഓക്കെ. അപ്പോൾ മനുഷ്യമൂലധനമുണ്ടാക്കാൻ ഒരുപാട് പണവും സമയവും ചെലവാക്കണമെന്ന് മനസ്സിലായി. അത് ആ വ്യക്തിക്ക് ഗുണകരമാണ്. പക്ഷെ ഒരു രാജ്യം എന്ന നിലയിൽ ഗവൺമെന്റ് എന്തിനാണ് ഇതിൽ ഇത്ര അധികം താൽപ്പര്യം കാണിക്കുന്നത്? രാജ്യത്തിന്റെ ഖജനാവിന് ഇതുകൊണ്ട് നേരിട്ട് എന്ത് ഗുണമാണ് കിട്ടുന്നത്? വളരെ നല്ലൊരു ചോദ്യമാണത്. അവിടെയാണ് സാമ്പത്തിക വളർച്ച, ഇക്കണോമിക് ഗ്രോത്ത് എന്ന ആശയം വരുന്നത്. വിദ്യാസമ്പന്നനും ആരോഗ്യമുള്ളതുമായ ഒരു തൊഴിലാളിയുടെ ഉൽപ്പാദനക്ഷമത വളരെ കൂടുതലായിരിക്കും. അയാൾ കൂടുതൽ സാധനങ്ങളോ സേവനങ്ങളോ ഉൽപ്പാദിപ്പിക്കും. ഇത് രാജ്യത്തിന്റെ മൊത്തം വരുമാനം, അതായത് റിയൽ നാഷണൽ ഇൻകം, വർദ്ധിപ്പിക്കുന്നു. ഇതാണ് സാമ്പത്തിക വളർച്ച. മാത്രമല്ല, പുതിയ ടെക്നോളജി കണ്ടുപിടിക്കാനും ഉപയോഗിക്കാനും മനുഷ്യമൂലധനം കൂടിയേ തീരൂ. ഇതിനെ സാധൂകരിക്കുന്ന എന്തെങ്കിലും റിപ്പോർട്ടുകളോ പഠനങ്ങളോ നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ടോ? ഉണ്ട്. ലോകബാങ്കും ജർമ്മൻ ബാങ്കായ ഡോയ്ച്ചെ ബാങ്കും നടത്തിയ പഠനങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഇന്ത്യയുടെ ഭാവിയിലെ വളർച്ചയുടെ താക്കോല് അതിന്റെ മനുഷ്യമൂലധനത്തിലായിരിക്കുമെന്ന്. അതായത് ഇന്ത്യയിലെ കോടിക്കണക്കിന് യുവജനങ്ങളെ നല്ല വിദ്യാഭ്യാസം നൽകി വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യ ലോകത്തിലെ ഒരു സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് അവർ പ്രവചിക്കുന്നു. ഇവിടെയാണ് എനിക്ക് അടുത്തൊരു സംശയം വരുന്നത്. നമ്മളിപ്പോൾ മനുഷ്യമൂലധനം എന്ന് പറയുന്നു. ഇതുപോലെ തന്നെ കേൾക്കുന്ന മറ്റൊരു വാക്കാണ് മനുഷ്യവികസനം അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഇവ രണ്ടും ഒന്നാണോ? അല്ല. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന എന്നാൽ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഇവ രണ്ടും ഒന്നല്ല. മനുഷ്യമൂലധനം എന്ന കാഴ്ചപ്പാടില് വിദ്യാഭ്യാസവും ആരോഗ്യവും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. അതായത് എ മീൻസ് ടു ആൻ എൻഡ്, കൂടുതൽ ഉൽപ്പാദനം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴി മാത്രം. അപ്പോൾ മനുഷ്യവികസനമോ?
മനുഷ്യവികസനം എന്ന കാഴ്ചപ്പാടിൽ മനുഷ്യൻ ഒരു ലക്ഷ്യം തന്നെയാണ്. an end in itself. അതായത് ഒരാൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് അയാൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല. വിദ്യാഭ്യാസം ലഭിക്കുക എന്നത് ഓരോ പൗരന്റെയും അവകാശമായതുകൊണ്ടാണ്. നല്ല ആരോഗ്യത്തോടെയും അറിവോടെയും ജീവിക്കാൻ ഓരോ മനുഷ്യനും അവകാശമുണ്ട്. അവർ രാജ്യത്തിന് വരുമാനം ഉണ്ടാക്കിക്കൊടുത്താലുമില്ലെങ്കിലും. മനസ്സിലായി. അതുകൊണ്ട് മനുഷ്യവികസനം എന്നത് മനുഷ്യമൂലധനത്തേക്കാൾ വളരെ വിശാലമായ ഒരാശയമാണ്. അത് വളരെ വ്യക്തമായി. അപ്പോ ഒന്ന് ലക്ഷ്യത്തിലേക്കുള്ള മാർഗം, മറ്റേതിൽ ലക്ഷ്യം തന്നെ. ഇനി നമുക്ക് ഇന്ത്യയിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരാം. ഈ പറയുന്ന മനുഷ്യ മൂലധനമുണ്ടാക്കുന്നതിൽ നമ്മുടെ സർക്കാർ എന്ത് പങ്കാണ് വഹിക്കുന്നത്? എന്തിനാണ് സർക്കാർ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും പണം ചിലവഴിക്കുന്നത്? സർക്കാർ ഇടപെടേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് വലിയൊരു വിഭാഗം ജനങ്ങൾ ദരിദ്രരാണ്. അവർക്ക് ലക്ഷങ്ങൾ മുടക്കി മക്കളെ സ്വകാര്യ സ്കൂളുകളിലോ ആശുപത്രികളിലോ വിടാൻ കഴിയില്ല. ശരിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഈ സേവനങ്ങൾ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. സർക്കാർ ചിലവിനെ നമ്മൾ പ്രധാനമായും GDP-യുടെ ശതമാനമായിട്ടാണ് അളക്കുന്നത്. ആസ് എ പെർസെന്റേജ് ഓഫ് GDP. ആ കണക്കുകൾ എന്താണ് പറയുന്നത്? നമ്മൾ ആവശ്യത്തിന് ചിലവഴിക്കുന്നുണ്ടോ? 1952-ൽ ഇത് വെറും 0.64%. 2014-ൽ അത് 4.13% ഉയർന്നിട്ടുണ്ട്. ഇതൊരു പുരോഗതിയാണ്. പക്ഷേ ഇത് ഒട്ടും പര്യാപ്തമല്ല. കാരണം ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപ് 1964-66 കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ കമ്മീഷൻ ശുപാർശ ചെയ്തത് GDP-യുടെ 6% വിദ്യാഭ്യാസത്തിനായി ചിലവഴിക്കണമെന്നാണ്. ഒരൊറ്റ മിനിറ്റ്. അതായത് 50 വർഷം മുൻപ് നമ്മുടെ വിദഗ്ധർ പറഞ്ഞ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ ഇന്നും എത്തിയിട്ടില്ല എന്നാണോ? ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മുത്തച്ഛൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ട അതേ ആവശ്യം ഇന്നും ഇന്ത്യയിൽ ചർച്ച ചെയ്യുകയാണ്. അതെ, അതാണ് യാഥാർത്ഥ്യം. ഈ 6% എന്ന കണക്ക് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഓർത്തുവെക്കണം കേട്ടോ. ഈ ലക്ഷ്യത്തിലെത്താത്തത് തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന്. മറ്റു വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പ്രധാനമായും 3 എണ്ണം പറയാം. 1, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നതിപ്പോഴും ഒരു സ്വപ്നമാണ്. അതായത് എഡ്യൂക്കേഷൻ ഫോർ ഓൾ സ്റ്റിൽ എ ഡിസ്റ്റന്റ് ഡ്രീം. സാക്ഷരതാ നിരക്ക് കൂടിയിട്ടുണ്ടെങ്കിലും നിരക്ഷരരായ ആളുകളുടെ എണ്ണം ഇപ്പോഴും വളരെ കൂടുതലാണ്. രണ്ടാമത്തേത് ലിംഗസമത്വം, ജെൻഡർ ഇക്വാലിറ്റി. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സാക്ഷരതാ നിരക്കിലുള്ള ആ ഒരു അന്തരം കുറയുന്നുണ്ട്. എന്നാലും ഇപ്പോഴും സ്ത്രീകളുടെ വിദ്യാഭ്യാസം പിന്നിലാണ്. ഇനി മൂന്നാമത്തെ വെല്ലുവിളി. ഇത് ഒരു +1 വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്, അല്ലേ? അതെ. മൂന്നാമത്തെ വെല്ലുവിളി ഉന്നത വിദ്യാഭ്യാസം കുറച്ചുപേർ മാത്രം. ഹയർ എഡ്യൂക്കേഷൻ എ ഫ്യൂ ടേക്കേഴ്സ്. സ്കൂൾ കഴിയുമ്പോൾ കോളേജുകളിലേക്കും സർവകലാശാലകളിലേക്കും എത്തുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ അതിലെ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവാക്കൾക്കിടയിലാണ് തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ. അതെങ്ങനെ ശരിയാകും? കൂടുതൽ പഠിച്ചവർക്കല്ലേ കൂടുതൽ ജോലി കിട്ടേണ്ടത്? അതാണ് നമ്മൾ നേരിടുന്ന പ്രതിസന്ധി. 2011-12 കണക്കനുസരിച്ച് ഗ്രാമീണ മേഖലയിലെ ബിരുദധാരികളായ 30% സ്ത്രീകൾക്ക് തൊഴിലില്ല. അതേസമയം പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ളവരിൽ തൊഴിലില്ലായ്മ വളരെ കുറവാണ്. ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് വളരെ ഗുരുതരമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അതായത് നമ്മുടെ കോളേജുകൾ നൽകുന്ന ഡിഗ്രികൾക്ക് തൊഴിൽ വിപണിക്ക് ആവശ്യമായ കഴിവുകൾ നൽകാൻ സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം. അതെ, ആ ചോദ്യം തന്നെ. വളരെ ഗൗരവമുള്ളൊരു ചിന്തയാണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്ത സ്ഥിതിക്ക് നാളത്തെ പരീക്ഷയ്ക്ക് പോകുന്നതിനു മുൻപ് ഈ അധ്യായത്തിൽ നിന്ന് മറക്കാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ചുരുക്കി പറയാമോ? തീർച്ചയായും. ഈ 5 പോയിന്റുകൾ മനസ്സിലുറപ്പിക്കുക. 1, മനുഷ്യ മൂലധനത്തിന്റെ 5 ഉറവിടങ്ങൾ. അതായത് ആ 5 നിക്ഷേപങ്ങൾ: വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ പരിശീലനം, കുടിയേറ്റം, വിജ്ഞാന സമ്പാദനം. ശരി. 2, ഭൗതിക മൂലധനവും മനുഷ്യ മൂലധനവും തമ്മിലുള്ള 4 വ്യത്യാസങ്ങൾ: ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, സെപ്പറബിൾ, ഇൻസെപ്പറബിൾ. 3, മനുഷ്യ മൂലധനവും മനുഷ്യ വികസനവും തമ്മിലുള്ള വ്യത്യാസം: ഒന്ന് മാർഗം, മറ്റേത് ലക്ഷ്യം. 4, വിദ്യാഭ്യാസത്തിനായുള്ള സർക്കാർ ചിലവ്.
GDP-യുടെ 6% എന്ന ലക്ഷ്യം മറക്കരുത്. 5. ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വെല്ലുവിളികൾ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയവരിലെ തൊഴിലില്ലായ്മയെന്ന വിരോധാഭാസം. വളരെ നന്ദി. ഇത് കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം ജനസംഖ്യയാണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ ജനങ്ങളെ വിദ്യാസമ്പന്നരും ആരോഗ്യമുള്ളവരുമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയല്ല, മറിച്ച് ഏറ്റവും വലിയ മുതൽക്കൂട്ടായി മാറും. തീർച്ചയായും. നിങ്ങൾക്കായി ചിന്തിക്കാൻ ഒരു ചോദ്യം കൂടി തരാം. നിങ്ങൾ ഉടൻ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ കൂടുതൽ പഠിച്ചവർക്കിടയിൽ തൊഴിലില്ലായ്മ കൂടുന്നത്? ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അളവിന്റെ പ്രശ്നമാണോ അതോ ഗുണനിലവാരത്തിന്റെ പ്രശ്നമാണോ? വെറുമൊരു ഡിഗ്രി നേടുന്നതിലാണോ അതോ യഥാർത്ഥ കഴിവുകൾ നേടുന്നതിലാണോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും. നന്നായി എഴുതുക.